ഹായ്. വെൽക്കം ടു ക്രാക്ക് വൺ. ഇപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ നോക്കണം. കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഹൈ ലെവൽ കോമ്പറ്റീഷൻ ആണ് പി എസ് സി എന്ന് പറയുന്നത്. അത്ര ഇതായിട്ട് കോമ്പറ്റീഷനിലെ ഫീൽഡിൽ നിന്നാൽ മാത്രമേ നമുക്ക് പി എസ് സി ഇപ്പോഴത്തെ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പണ്ടത്തെ പോലെ സിമ്പിൾ ക്വസ്റ്റ്യനുകളല്ല, അത്രയും ഡീപ്പ് ലെവലിൽ ക്വസ്റ്റ്യനുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എസ് സി ആർ ടി ഒക്കെ ആണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള സിലബസിലേക്ക് മാറിക്കഴിഞ്ഞു. പുതിയ സിലബസ് എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടും വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ അത്ര നന്നായിട്ട് അവർ ആ എസ് സി ആർ ടി നോക്കിയിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് അവർ നോക്കിയിടുന്നത്. അതുകൊണ്ട് കറണ്ട് അഫയർ മാത്രമല്ല, ഇവർ എസ് സി ആർ ടിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് പി എസ് സി ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത്ര കണ്ണിങ് ആയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മളും അതിൻ്റെതായ പഠനത്തിൽ ഇമ്പ്രൂവ്മെന്റ് കാണിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരികവും മാനസികമായ ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. ഇത് നമുക്ക് പെട്ടെന്ന് ഇടും. കാരണം വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അക്ഷരം വരും, ആരോഗ്യം നോക്കുമ്പോൾ ആരോഗ്യം എന്നുള്ള ആ വാക്ക് അങ്ങനെ ഉപയോഗിച്ചാൽ വിദ്യാർത്ഥികൾ വരുമ്പോൾ എന്താണ് അക്ഷരം. അപ്പം അക്ഷരം എന്താണ്, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പാണ് ഇത്. ഈ പരിപാടി തുടങ്ങിയാരാണ്? ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പാണ്. അപ്പോൾ ആരോഗ്യം വരും. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് അക്ഷരം ആരോഗ്യം എന്ന് പറഞ്ഞ പദ്ധതി. ആ പേരങ്ങ് ഇതൊരു കോഡായിട്ട് അങ്ങ് ഓർത്താൽ മതിയിട്ട്. ഇപ്പോൾ പറഞ്ഞ ഒരു കോഡായിട്ട് അങ്ങ് ഓർത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി റിപ്പബ്ലിക്കിന്റെ പരേഡിൽ താരമായ സ്പൈ ഈഗിൾ, അതിന്റെ പേരെന്താണ്? ആ സ്പൈകളുടെ പേരാണ് അർജുൻ കേട്ടോ. റിപ്പബ്ലിക് ദിന പരേഡിലെ താരമായിരുന്നു ഈ ഈഗിളായിരുന്നു. റിപ്പബ്ലിക് ദിന പരേഡിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒന്നായിരുന്നു ഈ അർജുൻ എന്ന് പറഞ്ഞ സ്പൈ ഈഗിള്. ബാരാമതിയിൽ വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാണ് അജിത് പവാർ. സംസ്ഥാനത്തെ ഓറിയന്റൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് മലയാളശ്രീ. അത് ആർക്ക് വേണ്ടി? ഈ മലയാളശ്രീ ആർക്ക് വേണ്ടിയുള്ളതാണ്? സംസ്ഥാന ഓറിയന്റൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മലയാളശ്രീ. ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര ലഭിച്ച ബഹിരാകാശ യാത്രികനാണ് ശുഭാംശു ശുക്ല. അപ്പം ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതി ചോദിച്ചാൽ ഏതാണ്? അത് അശോക ചക്രയാണ്. അശോക ചക്ര ലഭിച്ച ബഹിരാകാശ യാത്രികൻ ചോദിച്ചാൽ അത് ശുഭാംശു ശുക്ലയാണ്. ഇനി ക്ഷേമ സ്ഥാപനങ്ങളിൽ വളരുന്ന കുട്ടികൾക്ക് 18 വയസ്സ് തികയുമ്പോൾ അവർക്ക് ആവശ്യമായ പുനരധിവാസവും പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് തന്റെ ഇടം. യാത്രക്കാർ 24 മണിക്കൂറും ട്രെയിനിൽ നിന്ന് സുരക്ഷ ഒരുക്കാൻ കേരള പോലീസ് ആരംഭിച്ച പുതിയ മൊബൈൽ സേവനമാണ് റെയിൽ മൈത്രി. നിയമസഭാ നടപടികൾ ആംഗ്യ ഭാഷയിൽ സംരക്ഷണം ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അത് കേരള അല്ല, അത് പഞ്ചാബാണ്. നിയമസഭാ നടപടികൾ ആംഗ്യ ഭാഷയിലാണ് സംരക്ഷണം ചെയ്തത്. അതെവിടെയാണ്? പഞ്ചാബിലാണ്. പഞ്ചാബ് സംസ്ഥാനത്താണ്. ഇനി കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷന് കണ്ണപുരം. എവിടെയാണ്? കണ്ണപുരത്താണ് കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ. കാലിക്കറ്റ് സർവകലാശാല പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത് പി രവീന്ദ്രൻ. പ്രമേഹ രോഗികൾക്ക് ആശ്വാസകരമായ ശ്വസനത്തിലൂടെ ഉപയോഗിക്കാവുന്ന അതിവേഗ ഇൻസുലിനാണ് അഫ്രേസ. ഇതെന്താണ്? ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ശ്വസനത്തിലൂടെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് പ്രമേഹ രോഗിക്ക് ആശ്വാസം. കാരണം ഇഞ്ചക്ഷൻ, ഈ തൊലിപ്പുറത്തുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് പകരം ഇതിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. അത് മറ്റേ ഇൻഹേലർ ഒക്കെ പോലെ ശ്വസനത്തിലൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻസുലിൻ രീതിയാണ് അഫ്രേസ. ഈ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് ഭവന പദ്ധതിയായി നീതി ആയോഗ് തെരഞ്ഞെടുത്തതാണ് കേരളത്തിലെ പദ്ധതിയായിട്ടുള്ള ലൈഫ് പദ്ധതിയാണ്. ലൈഫ് മിഷനാണ് ലൈഫ് പദ്ധതി. കേരളത്തിലെ മറ്റേ പദ്ധതിയാണല്ലോ, ഈ ഭവന പദ്ധതിയാണല്ലോ ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. അതാണ് രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് ഭവന പദ്ധതിയായിട്ട് ഏതാണ് തെരഞ്ഞെടുത്തത്? നീതി ആയോഗ് തെരഞ്ഞെടുത്താണ്. നീതി ആയോഗ്. ഇപ്പൊ ഏതാണ്? ലൈഫാണ് നീതി ആയോഗ് തെരഞ്ഞെടുത്ത പദ്ധതി. ഇനി മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ സ്വകാര്യ മേഖല പിന്തുണയോടെ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രിവെന്റേഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം ആയിരുന്ന പോഡെ അല്ലെങ്കിൽ PODA. പോഡെ അല്ലെങ്കിൽ PODA അല്ലെങ്കിൽ പ്രിവെന്റേഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. ഇങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇനി ലോക പര്യടന യാത്രയായ ലോകയാൻ 2026 നടത്തുന്ന നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പലാണ് സുദർശനി. ഇനി കുട്ടികൾക്ക് സ്കൂളിലും വീട്ടുപരിസരത്തും കളിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് സ്നേഹം. എന്താണ്? കുട്ടികൾക്ക് സ്കൂളിലും വീട്ടുപരിസരത്തും കളിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി. ഇനി മനുഷ്യ ജീവിതത്തെയും പരിസ്ഥിതിയും ആഴത്തിൽ സ്വാധീനിക്കുന്ന സൂക്ഷ്മാണുക്കൾക്ക് സംസ്ഥാനതല അംഗീകാരം നൽകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്നത് എന്താണ്? കേരളമാണ് കേട്ടോ. ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ഭിന്നശേഷി സമൂഹത്തിന്റെ ശാക്തീകരണത്തിൽ ലക്ഷ്യമിട്ട് നടത്തുന്ന ഭിന്നശേഷി സർഗോത്സവമാണ് സവിശേഷ. വർക്കലയിൽ വെച്ച് നടക്കുന്ന കേരളത്തിലെ ആദ്യത്തെ യാത്രാ സാഹിത്യോത്സവത്തിന്റെ പേരെന്താണ്? യാനം എന്നാണ്. യാനം എന്നാണ്. എവിടെ വെച്ച് നടക്കുന്നത്? വർക്കല വെച്ച് നടക്കുന്നത്. എന്താണ് പ്രത്യേകത? കേരളത്തിലെ ആദ്യത്തെ യാത്രാ സാഹിത്യോത്സവമാണ്. യാത്രാ സാഹിത്യത്തിന്റെ പേരെന്താണ്? യാനം. എവിടെ വെച്ചാണ് നടക്കുന്നത്? വർക്കല വെച്ചാണ് നടക്കുന്നത്. നൈപുണ്യ വികസനത്തിലൂടെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആരംഭിച്ച പുതിയ പോർട്ടലാണ് പങ്കുടി. എന്താണ്? പങ്കുടി. അത് ആരാണ് ആരംഭിച്ചത്? സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് വനിതാ ശിശു വികസന മന്ത്രാലയമാണ് ആരംഭിച്ചത്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനുള്ളതാണ്.
ഇനി നഗരനയം രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളമാണ്. നഗരനയം. ആർത്ത വിരാമഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സ്ത്രീകൾക്കായി ശാരീരികവും മാനസികവും സാമൂഹികവുമായ പിന്തുണ നൽകുന്ന പ്രത്യേക പദ്ധതിയാണ് 40+. ഈ BJPയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷൻ ആരാണ്? നിതിൻ നബിൻ. വിദേശത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് താങ്ങായ വനിതാ സെല്ലാണ് നോർക്ക എന്ന് പറയുന്നത്. നോർക്ക എവിടെയുള്ളവർക്കാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കുള്ളത്. ഈ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ നടത്തുന്ന AI ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2026 ജനുവരിയിൽ മുഖ്യമന്ത്രി സംസ്ഥാന മൈക്രോബിയായി പ്രഖ്യാപിച്ച സൂക്ഷ്മാണു ഏതാണ്? ബാസിലസ് സബ്റ്റിലിസ് ആണ് കേരളത്തിന്റെ സംസ്ഥാന മൈക്രോബായി പ്രഖ്യാപിച്ച സൂക്ഷ്മാണു. അതാണ് ബാസിലസ് സബ്റ്റിലിസ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സൈനിക ബഹുമതി ഏതാണ്? കീർത്തിചക്ര. ലഭിച്ച മലയാളി ആരാണ്? പ്രശാന്ത് നായരാണ്. പ്രശാന്ത് നായർക്കാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സൈനിക ബഹുമതി കീർത്തിചക്രം ലഭിച്ച മലയാളി. ഇനി സ്ത്രീ ശാക്തീകരണം സുരക്ഷ ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനൽ. രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖല ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയ ജനറൽ ആശുപത്രി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ്. എന്ത് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്? കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ആ സർക്കാർ മേഖലയിലെ ഒരു ജില്ലാതല ആശുപത്രി നടത്തുന്ന കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തുന്ന ആദ്യത്തെ ആശുപത്രിയാണ്. ആദ്യത്തെ ആശുപത്രിയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി. ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയറിന്റെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ നല്ല പോയിന്റുകളായിട്ട് ഇനിയും കാണാം. താങ്ക് യു.